വൺ പീസ് ആനിമെ സ്കൈപിയ സാഗ 18ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വൈപ്പറും ആ ഭീകരൻ പാമ്പും തമ്മിലുള്ള പോരാട്ടം തുടർന്നു. എന്നാൽ വൈപ്പറിന്റെ ആക്രമണങ്ങളൊന്നും തന്നെ പാമ്പിന് കാര്യമായിട്ട് ഏൽക്കുന്നില്ല. ഈ സമയം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി സോറോ പോയി നിന്നു. നാശം, ആ മറ്റവന്റെ നീളുന്ന വാള് സീനാണല്ലോ. പക്ഷെ എനിക്ക് ആ പാമ്പിനെയാണ് ആദ്യം നേരിടേണ്ടത്. അവരെ എങ്ങനെയും രക്ഷിക്കണം. പക്ഷെ മുഴുവനായിട്ടും വിഴുങ്ങിയത് കൊണ്ട് അവര് ചത്തു കാണില്ല. എന്നാൽ അതിനധികം സമയവും വേണ്ട. പെട്ടെന്ന് ഓം ആക്രമിച്ചു. ശബ്ദം കേട്ട സോറോ ജസ്റ്റിന് അത് ഒഴിഞ്ഞു മാറി ഓടിച്ചെന്ന് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒളിച്ചു. സോറോ ഓമിന് വേണ്ടി ചുറ്റും നോക്കിയെങ്കിലും ഓമിനെ കാണാനായില്ല. എന്നാൽ എവിടെ നിന്നോ പിന്നെയും ഓം ആക്രമിച്ചു. സോറോ പെട്ടെന്ന് അത് ഒഴിഞ്ഞു മാറി ഓടി. എന്റെ ആക്രമണങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്റെ വിധി സ്വീകരിക്കൂ. സോറോ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നു. ഓം എവിടെയാണെന്നും അവന്റെ ആക്രമണം എവിടെ നിന്ന് വരുമെന്നും ഓർത്തു നിന്നു സോറോ. എന്നാൽ പെട്ടെന്നാണ് ഓമിന്റെ അടുത്ത ആക്രമണം വന്നത്. സോറോ പൊടുന്നനെ അത് ഒഴിവാക്കി ചാടി. എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ എവിടെയാണെന്ന് ഇവൻ എങ്ങനെ അറിയാം? ഇവന് ഭിത്തിയിൽ കൂടി കാണാൻ പറ്റുന്ന പോലെയാണല്ലോ. സോറോയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. എന്നിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു ഡിവൈൻ സോൾജർ ചാടി വന്ന് ആക്രമിക്കാൻ വരുന്നത്. വഴിന്ന് മാറടാന്ന് പറഞ്ഞ് സോറോ അവനെ ഇടിച്ചിട്ടു. മറ്റൊരു ശബ്ദം കൂടി മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ അപ്പർ റൂയിൻസിലുള്ള സർവൈവേഴ്സ് 5 മനുഷ്യരും 2 മൃഗങ്ങളും അല്ല. അപ്പോഴാണ് ഒരു ഗറില്ല ഓമിനെ ആക്രമിക്കാൻ വരുന്നത്. ഓം അവനെയും ആക്രമിച്ചു. 4 ആളുകളും 2 മൃഗങ്ങളും. പെട്ടെന്ന് തന്നെ സോറോ 2 sword സ്റ്റൈലുമായി ഓമിനെ അറ്റാക്ക് ചെയ്യാൻ ചാടി വന്നു. ഓം ഉടനെ തന്റെ വാള് കൊണ്ടൊരു ഭിത്തി ഉണ്ടാക്കി സോറോയെ തടഞ്ഞു. ഈ വാള് അയൺ ക്ലൗഡുകളാണ്. മേഘങ്ങൾക്ക് കൃത്യമായ രൂപമുണ്ടെന്നാണോ നീ വിചാരിച്ചത്? സോറോ പിന്നെയും അറ്റാക്ക് ചെയ്യാൻ കുതിച്ചു. എന്നാൽ ഓം വെട്ടി. സോറോ ഒഴിഞ്ഞു മാറി. അതുപോലെ 2 ആക്രമണങ്ങൾ കൊണ്ടുകൂടി ഓം അറ്റാക്ക് ചെയ്തു. സോറോ അതും ഒഴിഞ്ഞു മാറി. നാശം, എനിക്ക് അവന്റെ അടുത്തെത്താനാവുന്നില്ല. അതെന്താ? അവൻ എന്റെ ചലനങ്ങൾ വായിക്കുന്നുണ്ട്. എന്തു പറ്റി? നിനക്ക് വാളാണല്ല, അതുകൊണ്ട് അകലം പാലിച്ചാൽ നിനക്കൊന്നും ചെയ്യാനാവില്ല അല്ല എന്ന് പറഞ്ഞു സോറോ. സോറോയുടെ അറ്റാക്കും ഓമിന്റെ അറ്റാക്കും കൂട്ടിമുട്ടി. പക്ഷെ ഓമിന്റെ വാളിനെ അതിജീവിക്കാൻ അതിനായില്ല. സോറോ ഉടനെ ഒഴിഞ്ഞു മാറി പോയി നിന്നു. എന്നാൽ ഓമ പിന്നെയും ആക്രമിച്ചു. സോറോ ആക്രമണങ്ങളിൽ നിന്നെല്ലാം പിന്നെയും ഒഴിഞ്ഞു മാറി കെട്ടിടങ്ങൾക്കകത്തേക്ക് ഓടി. അത് നല്ലൊരു ടെക്നിക്കായിരുന്നു നീലക്കടൽ മനുഷ്യ. പക്ഷെ നിനക്കത് ഒരിക്കൽ കൂടി ഉപയോഗിക്കാനാവില്ല. നീ ഇനിയും ഓടിയാലും ഒളിച്ചിരുന്നാലും നീ എവിടെയാണെന്ന് കൃത്യമായി എനിക്ക് അറിയാൻ പറ്റും. കാരണം മന്ത്ര. ഓടിയ സോറോ നിന്നു. തന്റെ ഗ്ലാസുകൾ കളഞ്ഞിട്ടവൻ ബണ്ടാന തലയിൽ കെട്ടി ഒരു ഭിത്തിയുടെ നേർക്ക് നിന്നു. ഈ സമയം ഹോളി എന്ന നായ മറ്റേ ഗറിലയെ കൂടി ഇടിച്ചു തോൽപ്പിച്ചിരുന്നു. ഒരു ശബ്ദം കൂടി അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി 3 മനുഷ്യന്മാരും 2 മൃഗങ്ങളും ബാക്കി. അധികം വൈകാതെ തന്നെ അത് 2 മനുഷ്യരും 2 മൃഗങ്ങളുമായി മാറും. ഓമും സോറോ നിന്ന ഭിത്തിയുടെ മറുപുറം വന്നു നിന്നു. നീലക്കടൽ മനുഷ്യനെന്ന നിലയ്ക്ക് നീ കൊള്ളാം. നീയും നിന്റെ സുഹൃത്തുക്കളും നല്ല പോലെ പോരാടി. എന്നിരുന്നാലും ഞാൻ നിന്റെ ജീവനിലാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളൂ. നീലക്കടലിൽ നിന്നുള്ള സ്പോർട്സ്മാൻ. മണ്ട, ഞാൻ ഒരിക്കൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കില്ല. ദുഃഖകരം തന്നെ. നിന്റെ പന്ന ക്ലാസ് എടുപ്പൊക്കെ എനിക്ക് മതിയായി. നിന്നെ എനിക്ക് കാണാനാകുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ നീളുന്ന വാള് നീ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരും. ആ നിമിഷം തന്നെ നീ ചാത്തിരിക്കും. അത് പറഞ്ഞു ഓം ആക്രമിച്ചു. ഭൂതത്തിൽ 36 ലൗകിക ആശകൾ, വർത്തമാനത്തിൽ 72 ലൗകികാശകൾ, ഭാവിയിൽ 108 ലൗകികാശകൾ. മതിലും തകർത്തു വന്ന ഓമിന്റെ ആക്രമണം സോറോ മറികടന്നവനെ വെട്ടി. വെട്ടേറ്റ ഓമ് തോറ്റ് ചോര ഒലിപ്പിച്ച് ബോധരഹിതനായി വീണു. ഈ സമയം താഴെ ഷാൻഡോറയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ റോബിൻ ആ വലിയ വള്ളികളിൽ നോക്കി നിന്നു. സിറ്റി ഓഫ് ഗോൾഡ്, ഷാൻഡോറ. നഗരത്തിന് നടുക്കുണ്ടായേക്കാമായിരുന്ന സ്വർണമണി ഇപ്പോൾ ഇവിടെ ഇല്ല. ആ മണിമേടയിൽ ചിലപ്പോൾ ഒരു പോണഗ്ലിഫ് കാണുമായിരുന്നേക്കാം. ഞാൻ വിചാരിച്ചതുപോലെ പോണഗ്ലിഫ് സംരക്ഷിക്കുന്നതിനിടയിലാണ് ഈ നഗരം നശിച്ചതെങ്കിൽ ഇപ്പോഴും അതെവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെവിടെയായിരിക്കും? റോബിൻ ചുറ്റും നോക്കി. അപ്പോൾ അവിടെ ചെറിയ റെയിൽ പാളങ്ങൾ കണ്ടു. ഇവിടെ നിന്നും എന്തോ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പുതിയതാണ്. എന്തായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോയത്? അവൾ അതിശയിച്ചു. അപ്പോൾ അടിപൊളി അല്ലേ ഇത്?
ആകാശത്തിലേക്ക് ഇങ്ങനെ കേറി വന്നിട്ടും ഈ നഗരം ശാന്തോറ പ്രൗഢഗംഭീരമായി നിൽക്കുന്നത് കണ്ടു. ഇതിഹാസപരമായ നഗരമാണെങ്കിലും മേഘങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ വടിവൊത്ത രൂപം കാണാനാവില്ല. ഞാനാണിത് കണ്ടെത്തിയത്. മുൻപുണ്ടായിരുന്ന മണ്ടൻ ദൈവങ്ങളൊന്നും ഈ നഗരമൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. എന്നൽ പറഞ്ഞു. താങ്കൾ ആരാണ്? റോബിൻ ചോദിച്ചു. ദൈവം. നീ കൊള്ളാം. കണ്ടിട്ട് ബ്ലൂസിയിൽ നിന്നുള്ളൊരു ആർക്കിയോളജിസ്റ്റ് ആണ് നീയെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് പോലും കുറഞ്ഞത് 5-6 മാസം സമയമെങ്കിലും എടുത്തു. ഈ റൂയിൻസിലുള്ള ലിപി വായിക്കാൻ പറ്റുമെങ്കിൽ ഇവിടം കണ്ടെത്താൻ അത്ര എളുപ്പമാണോ? എന്താണെങ്കിലും നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം ഇവിടെ ഇല്ല. നീ ഇച്ചിരി വർഷം വൈകിപ്പോയിരിക്കുന്നു. സ്വർണമോ? പറഞ്ഞതുപോലെ എനിക്കിവിടെ നിന്ന് കാണാനായില്ല. നീ ആയിരിക്കും ഇവിടെ നിന്നും അതെല്ലാം എടുത്തത് എന്ന് റോബിൻ. സ്വർണം നല്ലൊരു സാധനമാണ്. ആ തിളങ്ങുന്ന ലോഹം എനിക്ക് നല്ലതുപോലെ ചേരും. അപ്പോൾ ഇവിടെയുണ്ടായിരുന്ന സ്വർണമണിയും നീ ആയിരിക്കുമല്ലേ എടുത്തത് എന്ന് റോബിൻ ചോദിച്ചു. സ്വർണമണിയോ? ഇവൻ അറിയില്ലേ? അത് കൊള്ളാലോ. ഈ അക്ഷരങ്ങൾ വായിച്ചിട്ട് നീ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ഒന്നുമില്ല. നിർഭാഗ്യവശാൽ നീ ആദ്യം ഇവിടെ വന്നപ്പോൾ അതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ശാന്തോറ അഭിമാനപ്പെട്ടിരുന്ന ആ വലിയ സ്വർണമണി, അതിനുള്ള മണിമേടയും ഇവ ആകാശത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് ആ മണിമേട കാണണമെന്നുണ്ടായിരുന്നു എന്ന് റോബിൻ പറഞ്ഞു. ഇല്ല, നിക്കേ, അതിവിടെ ആകാശത്ത് തന്നെയുണ്ട്. 400 വർഷങ്ങൾക്ക് മുൻപ് ഈ ദ്വീപ് ആകാശത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു തരത്തിൽ ദൈവത്തിന്റെ ദ്വീപ് അപ്പറിയാട് ജനിച്ച ദിവസം ഒരു മണിയുടെ ഭീകരമായ നാദം ഈ നാട്ടിലൊക്കെ ആഞ്ഞടിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദ്വീപിലുണ്ടായിരുന്ന പഴയ ആൾക്കാർ അതിനെ ദ്വീപിന്റെ സംഗീതം എന്ന് വിളിച്ചു. ഓഹോ, ആ മണി സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. മനോഹരം തന്നെ. വൈകാതെ ഈ ഗെയിം അവസാനിക്കും. ഇനി 8 മിനിറ്റ് കൂടി മാത്രം. ഞാൻ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ആ സ്വർണമണി കൂടി തിരഞ്ഞേക്കാം. സ്വർണമണി ആകാശത്തുണ്ടോ? അപ്പോൾ പോണഗ്ലിഫും? അപ്പോൾ എനൽ എന്തോ ശ്രദ്ധിച്ചു. ഒരു പുഴു ദ്വീപിന്റെ തീരത്തെത്തിയിരിക്കുന്നു. ഒരാൾ ഭ്രാന്തമായി കിതച്ചുകൊണ്ട് കാട്ടിൽ കൂടി മുന്നേറുന്നു. ഗോയിങ് മെറിയിൽ സൂ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. പുറത്തു വന്ന് നോക്കിയ പഗായയും കോനിസും അപ്പോഴാണ് കാട്ടിൽ ഗോയിങ് മെറിക്കരികിൽ ഒരാൾ തളർന്നു വന്ന് വീണ് കിടക്കുന്നത് കണ്ടത്. അവർ അയാളുടെ അടുത്ത് ചെന്നു. അയാളെ കണ്ട് പഗായയ്ക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ ഗാൻഫാൾ സമയയുടെ കൂടെ 6 വർഷം മുൻപ് യുദ്ധം ചെയ്ത പോരാളിയാണ്, അയാൾ പറഞ്ഞു. അടച്ചിട്ട ഒരു സ്ഥലത്ത് ഞങ്ങളെ. അയാൾ വല്ലാതെ അവശനായിരുന്നു. അയാളെ ശുശ്രൂഷിക്കാൻ കോനിസ് മരുന്നെടുക്കാൻ പോകാൻ നേരം അയാൾ അവളെ തടഞ്ഞു. എന്റെ ഭാര്യയും കുട്ടികളും ഏഞ്ചൽ ദ്വീപിലാണുള്ളത്. എല്ലാവരോടും ഇത് ദയവായി പറയണം. എല്ലാം തിരിച്ചു തരാനാണ് എനർ ഉദ്ദേശിക്കുന്നത്. എന്താ? സ്കൈപ്പിയ തിരിച്ച് ബ്ലൂസിയിലേക്ക് ഇടും. ഈ രാജ്യം ഇല്ലാതാവും. ഇത് കേട്ട് പഗായയ്ക്കും കോനിസിനും വിശ്വസിക്കാനായില്ല. ഇനി പാഴാക്കാൻ സമയമില്ല. ഇപ്പോൾ തന്നെ അവരോട് പറയൂ, എനറു ആകാശത്ത് താമസിക്കുന്ന എല്ലാവരെയും കൊല്ലാനാണ് അവന്റെ ഉദ്ദേശം. ആകാശത്തുള്ള എല്ലാവരെയും കൊല്ലാനോ? നിക്കി, അയാൾ അങ്ങനെ ചെയ്താൽ ഗോഡെനറുവിന് നിൽക്കാൻ പോലും സ്ഥലം കാണില്ലല്ലോ ഇവിടെ. അവന്റെ കയ്യിൽ പെട്ടകമുണ്ട്. ആർക്ക് മാക്സിമോ? അപ്പോൾ എനറു എണീറ്റ് നിന്ന് കൈ മുകളിലേക്ക് നീട്ടി. ആകാശം പ്രകാശിതമായി. അത് വരുന്നു. ആ പറക്കുന്ന കപ്പൽ ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായി അടിമപ്പണി ചെയ്യിക്കുകയായിരുന്നു. പെട്ടെന്ന് പഗായ കോനിസിനെ പിടിച്ച് തള്ളി. ഇടിമിന്നൽ അവിടെ ശക്തമായി വന്നു പതിച്ചു. എനലിന്റെ ശക്തമായ ആക്രമണം പതിയെ അപ്രത്യക്ഷമായി. പഗായയും ഡിവൈൻ സോൾജറും നിന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു ഗർത്തം മാത്രമാണുള്ളത്. ഗോയിങ് മെറിയിൽ കോനിസ് സുരക്ഷിതയായിരുന്നു. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ച് തളർന്നിരുന്നുപോയി. തന്റെ പിതാവിനെ അവൾക്ക് നഷ്ടമായിരിക്കുന്നു. അവൾ കരഞ്ഞു. നിസ്സഹായയായി നിന്നെ അവൾക്കരികിലേക്ക് വന്ന സൂവിനെയും ചേർത്ത് പിടിച്ച് അവൾ കരഞ്ഞു. എന്നാൽ ആകാശദ്വീപിലെ എല്ലാവരെയും കൊല്ലാനാണ് എനറുവിന്റെ ഉദ്ദേശമെന്ന് ഡിവൈൻ സോൾജർ അവസാനമായി പറഞ്ഞതവൾ ഓർത്തു. സ്കൈപ്പിയ ഒന്നടങ്കം നശിക്കും. കരയാനുള്ള സമയമല്ലതെന്ന് അവൾക്കറിയാം. അവൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷേ എന്തു ചെയ്യാൻ? ജനങ്ങളെ ഇതറിയിക്കണം. അതുകൊണ്ടവൾ പഗായയുടെ വേവറിൽ കയറി സൂവിനെ ഗോയിങ് മെറി നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഏഞ്ചൽ ഐലൻഡിലേക്ക് കുതിച്ചു. എന്ത് വില കൊടുത്തും ഈ കാര്യം അവൾ നാട്ടുകാരോട് പറഞ്ഞിരിക്കും. സോറയുടെ ആക്രമണത്തിൽ ഓം നിലം പതിച്ചിരുന്നു. ഞാൻ വിചാരിച്ചതിന് സമയമെടുത്തു. എനിക്ക് ഇനിയും പരിശീലിക്കണം. എന്താണേലും എല്ലാം പെട്ടെന്ന് നിശബ്ദമായ പോലെ. പെട്ടെന്നാണ് ഹോളി വന്ന് സോറ ഇടിക്കുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞ് സോറ ഒഴിഞ്ഞു മാറി നിന്നു. അപ്പൊ ദേണ്ടേ, ഹോളി അതനുസരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ പട്ടി ആര് പറഞ്ഞാലും കേക്കൂ. എന്നാ നീ സ്വന്തം തലക്കടിച്ച് ബോധം കെട്.
ഓളി അതുപോലെ തന്നെ ചെയ്തു. പിന്നെ സോറോ നേരെ കുതിച്ചത് ആ വലിയ പാമ്പിന് നേർക്കായിരുന്നു. ഇനി ഈ പാമ്പിനെ മറ്റവനെ നേരിടണം. പാമ്പ് വൈപ്പറിനെ ആക്രമിച്ചു. വൈപ്പർ അത് ഡോഡ്ജ് ചെയ്ത് ഉയർന്നു ചാടി. എന്നിട്ട് അതിന് നേർക്ക് ബസൂക്ക പൊട്ടിച്ചു. അവിടമാകെ നശിച്ചെങ്കിലും പാമ്പ് തിരിച്ചാക്രമിച്ചു. വൈപ്പർ ഡോഡ്ജ് ചെയ്തു. ഇത്രയും അറ്റാക്ക് ഏറ്റിട്ടും അതിനൊരു പോറൽ പോലും പറ്റിയില്ലെന്നോർത്ത് വൈപ്പർ അതിശയിച്ചു. അപ്പോഴാണ് ഓടി വന്ന് ചാടിയ സോറോ അതിനെ ആക്രമിച്ചത്. പക്ഷേ പാമ്പിനൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. നീ എന്താ ഇപ്പോ ചെയ്തത്? അതിശയത്തോടെ റോബിൻ എനലിനോട് ചോദിച്ചു. ഞാൻ കരുണ കാണിച്ചതാ. ഒരു പുഴു വേദനയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ ആ വേദനയിൽ നിന്നും രക്ഷിച്ചു. ദൈവമെന്ന എന്റെ ഉത്തരവാദിത്വം. ആ യുവതി ഇപ്പോഴും നിരാശയിലാണ്. പക്ഷേ അതൊരു നല്ല നേരം പോക്ക് തന്നെയാകും. അവർക്കെല്ലാം വിഷാദം എന്താണെന്ന് അനുഭവിച്ചറിയാം. ഈ മനുഷ്യന് ലോകിയ പവർ ഉണ്ട്. ഇനി സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? എന്റെ അൾട്ടിമേറ്റ് പ്ലാൻ വൈകാതെ ആരംഭിക്കും. അൾട്ടിമേറ്റ് പ്ലാനോ? ദൈവം നിങ്ങളെ വിളിക്കുന്നു. അധമന്മാരെ വരൂ. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച എനലിന്റെ കയ്യിൽ നിന്നും മിന്നൽ പൊട്ടിപ്പുറപ്പെട്ട് വള്ളികളിലൂടെ മുകളിലേക്ക് അപ്പർ വിൻസിലേക്ക് ചെന്നു. അവിടമാകം നശിച്ചു. എന്താണ് നീ? ഞാൻ നിന്റെ സുഹൃത്തുക്കളെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, ശാന്തോറയിലേക്ക്. എനലിന്റെ ശക്തി കണ്ട് റോബിന് വിശ്വസിക്കാനായിരുന്നില്ല. അപ്പർ വിൻസ് തകർന്ന് വീഴാൻ തുടങ്ങി. അവശനായി കിടന്ന ചോപ്പറും പാമ്പും സോറോയും വൈപ്പറും അതിനോടൊപ്പം താഴേക്ക് പതിച്ചു. അപ്പോഴാണ് താഴേക്ക് വീഴുന്ന ചോപ്പറിനെ സോറോ കാണുന്നത്. സോറോ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെയും ചേർത്ത് പിടിച്ചു. ഫിനാലെ, എന്നാൽ ആരംഭിക്കാം. അവർ 4 പേരും താഴേക്ക് വീണു. ഈ സമയം പാമ്പിന്റെ വയറ്റില് അവരെല്ലാം അതിന്റെ ഒപ്പം വീഴുന്നു. ഞാൻ ഇവിടുന്ന് പറന്നു രക്ഷപ്പെടാൻ നോക്കട്ടെ എന്ന് ഗാൻഫാള്. അപ്പോൾ നാമി ലൂഫിയോട് വേവറിൽ കയറി പിടിച്ചിരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ലൂഫി ഐസയും ചേർത്ത് വേവറിന്റെ ബാക്കിൽ വന്ന് പിടിച്ചിരുന്നു. നാമി എഞ്ചിൻ ഓണാക്കി. ഇവിടുന്ന് അങ്ങനെ രക്ഷപ്പെടാമല്ലേ? ഡയലിന്റെ പവർ കാരണം ലൂഫിയും ഐസയും തെറിയേറ്റ് പോയി. നാമി അതറിയാതെ അങ്ങ് കുതിച്ചു. തിരിച്ചുപോ, അവരെ രക്ഷിക്കുന്നു ഗാൻഫാള്. അത് കേട്ട് പിയർ പെട്ടെന്ന് സ്റ്റോപ്പ് അടിച്ച്. എന്നാൽ പുറത്തിരുന്ന ഗാൻഫാള് വേണ്ട തെറിച്ച് താഴേക്ക് പോയി. പിയർ അത് കണ്ട് പിറകെ കുതിച്ചു. അവര് മൂവരും അങ്ങനെ ലാസ്റ്റ് പാമ്പിന്റെ വായിൽ നിന്നും വെളിയിൽ ചാടി. നാമിക്ക് അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. പുറത്തൊന്നുമില്ല, വായു മാത്രം. നമ്മള് വീഴുവല്ലേ? പിയർ, ഞങ്ങളെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, അകത്തുള്ള 2 പേരെ പോയി രക്ഷിക്കെന്ന് ഗാൻഫാള് പറഞ്ഞു. അതനുസരിച്ച് പിയർ പിന്നെയും പാമ്പിന്റെ വായ്ക്കകത്തേക്ക് പറഞ്ഞു. നാമി എന്നാ ചെയ്യണമെന്നറിയാതെ കിടന്ന് കാറി. അപ്പർ റൂയിൻസിലെ കെട്ടിടങ്ങളെല്ലാം താഴെ ശാന്തോറയിൽ വന്ന് പതിച്ചു. എല്ലാം ശാന്തമായി. റൂയിൻസോ? അതെങ്ങനെ ഇത്രയും അവശിഷ്ടങ്ങൾ മുകളിൽ നിന്നും വീണത്? റോബിൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ മുന്നിലെ കട്ടകൾ ഇളകുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് സോറോ ആയിരുന്നു. സോർട്സ്മാൻ, നീയും അതിന്റെ കൂടെ വീണതാണോ എന്ന് റോബിൻ. ഓപ്പ്, ഇപ്പൊ ചാത്തേനെ. സാധാരണ ആൾക്കാർ അങ്ങനെ. ഓ, നീയായിരുന്നു. ഞാനിത് എവിടാ? നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണ നഗരമാണിത് എന്ന് റോബിൻ പറഞ്ഞു. ഇതായിരുന്നോ അത്? മേളിലത്തെ സ്ഥലം പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോ നീ നിധി കണ്ടോ? സോറോ ചോദിച്ചു. ഇല്ല, ഇവിടെ സ്വർണമില്ലായിരുന്നു. അപ്പോ നിലത്ത് വന്നു വീണ ആ പാവം പിടിച്ച പാമ്പ് വെണീറ്റു. അതിന്റെ വയറ്റിൽ കൂടി കാറിക്കൊണ്ട് വീണ ലൂഫിയും ഐസയും ലാസ്റ്റ് ഒരിടത്ത് ഇടിച്ച് നിന്നു. അയ്യോ, അത് കൊള്ളായിരുന്നു. നമ്മൾ പിന്നെ തിരിച്ചു വന്ന്. എടാ, നീ മണ്ടനാണോ? വേവറിന്റെ എഞ്ചിനിലാണോ കയറി പിടിക്കുന്നത്? ഓ, സോറി. ബാക്കി എല്ലാരും പുറത്തു ചാടി, നമ്മൾ അകത്തു. എല്ലാം നീ കാരണോ? പേടിക്കേണ്ടതേ, നമ്മൾ ഇനി എന്നാ ചെയ്യും? എന്നാ നമുക്കിതിന്റെ കുണ്ടിയിൽ കൂടി പ്ലപ്പെന്ന് പറഞ്ഞ് പുറത്ത് കിടക്കാം. അപ്പോൾ പിയർ അവരുടെ അടുത്തേക്ക് പറന്നു വന്നു. ആ കുതിര, ഇതൊരു പക്ഷിയാടാ പൊട്ടാ. പിയർ അവരോട് പുറത്തു കയറാൻ പറഞ്ഞിട്ട് കുതിരയായിട്ട് രൂപം മാറി. പക്ഷി കുതിരയായി. ലൂഫി കൈ നീട്ടി പിയറിന് പുറത്തു കയറി. നിന്റെ കൈ നീളുന്നു. അതോ, ഞാൻ ഗമഗമ ഫ്രൂട്ട് കഴിച്ച് റബ്ബർ മനുഷ്യനായതാണെന്നേ, അതുകൊണ്ട് എനിക്ക് കൈ നീട്ടാൻ പറ്റും. നീ ആരാടെ? ഐസയ്ക്ക് കണ്ടൊന്നും വിശ്വസിക്കാനായില്ല. കടക്കൊള്ളക്കാരൻ, വാ പോകാം. അവൻ കൈ നീട്ടി അവളെ പിടിച്ച് പിയറിന് പുറത്തിട്ടു. പിടിച്ചിരുന്ന കേട്ടോ? ഓക്കെ, ഇത്തവണ നമ്മൾ പുറത്ത് കടക്കും. അങ്ങനെ പിയറിന്റെ പുറത്ത് കയറി അവർ പുറത്തേക്ക് കുതിച്ചു. നാമിയും ഗാൻഫാളും സേഫ് ആയിരുന്നു. കാരണം അവർ എന്തോ ഭാഗ്യത്തിന് മേഘത്തിന്റെ പുറത്തായിരുന്നു വീണത്. ലൂഫിയും ഐസയും ഇപ്പോഴും ആ പാമ്പിന്റെ വായില. അവർ ഓക്കെ ആയിരിക്കുവോ? പിയറിനെ വിശ്വസിക്കൂ എന്ന് ഗാൻഫാള്. അപ്പോ ഇതേതാ സ്ഥലമെന്ന് നാമി ചോദിച്ചു. ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആണ്. പക്ഷെ ഞാൻ ഇതിനു മുൻപ് ഈ സ്ഥലം കണ്ടിട്ടേയില്ല. എന്തായാലും ഇതുപോലൊരു സ്ഥലം അപ്പർ യാർഡിൽ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുന്നത് തന്നെ
വൈപ്പറിന് തന്റെ കൺമുന്നിലുണ്ടായിരുന്നത് വിശ്വസിക്കാനായില്ല. അവൻ തന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന് മുന്നിൽ അവിശ്വാസത്തോടെ നിന്നു. ശാന്തിയന്മാരുടെ മാതൃഭൂമിയായ ശാന്തോറ അവൻ കണ്ടു. അവിടെ എത്താനായിരുന്നു അവർ വർഷങ്ങളായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ശാന്തോറയിലെത്തിയ പാമ്പും എന്തോ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. നാമി അത് ശ്രദ്ധിച്ചു. അതെന്തിനോ വേണ്ടി തിരയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അതോ ഇനി ലൂഫി വല്ലതും ചെയ്യുന്നയാണോ? ആ പാമ്പിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ് സ്കൈലോർഡ്? നിനക്ക് എന്തു പറ്റി? ശല്യം പിടിച്ച പാമ്പ്. എന്നാൽ ആ പാമ്പിന്റെ തലയ്ക്ക് മുകളിൽ മിന്നൽ ശേഖരിച്ചു. എന്നിട്ട് അതിനെ ആക്രമിച്ചു. പാമ്പിനത് നല്ലതുപോലെ ഏറ്റിരുന്നു. നാശം പിടിക്കാൻ നാമി, അവള് ചത്ത്. അരേ സോറോ, റോബിനും ഉണ്ടോ? നാമി ഒരു ഭിത്തിന്ന് തല വെളിയിലോട്ടിട്ടു. നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ എപ്പോഴാ പുറത്തു ചാടിയേ? നീ എന്താ ഇവിടെ നാവിഗേറ്റർ എന്ന് റോബിന് ചോദിച്ചു. ആ ഞാൻ ഓക്കെയാ, പക്ഷേ ലൂഫി അതിന്റെ അകത്താ. അവനല്ല അതിന്റെ അകത്ത്. ഞാൻ എന്തോ ചെയ്യാനാ? അവൻ അതിന്റെ അകത്തുണ്ടായിരുന്നു. നാശം തോലയാനായിട്ട് ഇവൻ എപ്പോഴും എന്നെ ഇങ്ങനെ. എനിക്കെങ്ങനെ അറിയാനാ? എനലിന്റെ ആക്രമണമേറ്റ പാമ്പ് ബോധം കെട്ട് കരിഞ്ഞ് നിലം പതിച്ചു. താൻ ബസൂക്ക കൊണ്ട് അത്രയും ആക്രമിച്ചിട്ടും ഒരു പോറൽ പോലും പറ്റാഞ്ഞ പാമ്പ് എനലിന്റെ ഒരൊറ്റ ആക്രമണത്തിൽ വീണത് വൈപ്പറിന് വിശ്വസിക്കാനായില്ല. അവൻ അതിനകത്തുള്ള ഐസിയെക്കുറിച്ച് ഓർത്ത് പരിഭ്രമിച്ചു. പെട്ടെന്ന് എനൽ പുറകിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വൈപ്പർ ഉടനെ തന്നെ ബസൂക്ക പിറയിലേക്ക് നീട്ടി പൊട്ടിച്ചു. എന്നാൽ എനറു അത് ഒഴിഞ്ഞു മാറി ചാടി കറങ്ങി വന്നു. എന്നിട്ട് ഒരു ബോൾ ക്ലൗഡ് ഉണ്ടാക്കി അതിന് പുറത്തിരുന്നു. അതെന്തിനായിരുന്നു? അതത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. പോരാളിയായ വൈപ്പ, നിന്റെ ഗൃഹത്തിലേക്ക് ഞാൻ നിന്നെ വിനയപൂർവ്വം ക്ഷണിച്ചതല്ലേ? വൈപ്പ പിന്നെയും ബസൂക്ക ചൂണ്ടി. ധൃതി പിടിക്കാതെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. ഗെയിം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഗെയിമോ? അതെ, ഒരു ചെറിയ ഗെയിം. നീയും നിന്റെ പിറകിലുള്ള അവരും എല്ലാവരും മത്സരാർത്ഥികളാണ്. അപ്പോൾ സോറോയും റോബിനും ഗാൻഫാളും മുന്നിലേക്ക് കയറി വന്നു. നാമി ചോപ്പറിനെയും പിടിച്ച് ഒളിച്ചിരിപ്പായിരുന്നു. ഏമന്മാരെ സ്വാഗതം. നിങ്ങൾ ഇവിടെ വരെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. 81 ആളുകളിൽ എത്ര പേർ അതിജീവിക്കുമെന്നറിയാനുള്ള ഒരു സർവൈവൽ ഗെയിം ആയിരുന്നു ഇത്. പക്ഷേ ഈ ഗെയിം ആരംഭിച്ചിട്ട് 3 മണിക്കൂറിന് ശേഷം എന്നെയും ചേർത്ത് നമ്മളെല്ലാവരും മാത്രമാണ് അവസാനം വരെ അതിജീവിച്ചത്. കളിക്കിടയിൽ പ്രവേശിച്ച മത്സരാർത്ഥികളുമുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ അനുവദിച്ചു വിട്ടു. അതിജീവിക്കുന്ന 5 പേർ ഉണ്ടാകും എന്നായിരുന്നു എന്റെ ഊഹം. 5? സോറോ, റോബിൻ, സ്കൈനൈറ്റ്, ബസൂക്കപ്പുള്ളി, പിന്നെ എനലും. അത് കൃത്യം 5 പേരുണ്ടല്ലോ അല്ലേ? ഓ നന്നായി, പുള്ളി എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആശ്വസിച്ചു. ഇനിയുള്ള 3 മിനിറ്റിൽ 3.5 മണിക്കൂർ പൂർത്തിയാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ 6 പേർ ഉണ്ടെങ്കിൽ ശരിയാവില്ല. പുള്ളിക്ക് അറിയായിരുന്നു. ദൈവത്തിന്റെ പ്രവചനം പിഴയ്ക്കാൻ പാടില്ല. കാരണം ദൈവം പരമമാണ്. അപ്പോ ഇനി ആര് മരിക്കും? നിങ്ങൾ തമ്മിത്തല്ലി ചാകുന്നു, അതോ ഞാൻ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണോ? ഇതൊക്കെ കേട്ടിട്ടും അവർ 4 പേരും ഒരു കൂസലുമില്ലാതെ അവിടെ തന്നെ നിന്നു. നീ എന്തു ചെയ്യും? സോറോ റോബിനോട് ചോദിച്ചു. ഞാൻ ചാകില്ല എന്ന് റോബിൻ. ഞാനും ഇല്ലെന്ന് സോറോയും. അത് ഞാനും സ്വീകരിക്കില്ലെന്ന് വൈപ്പറും. താനും നിരസിക്കുന്നുവെന്ന് ഗാൻഫാളും പറഞ്ഞു. എല്ലാവരും എനലിനെ ആക്രമിക്കാൻ തയ്യാറായി. എന്നിട്ട് അതുകൊണ്ട് നീ മരിക്കും എന്ന് എനലിനോട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ധിക്കാരം.